ആന്ധ്രാപ്രദേശിൽ ജാതി സെൻസസിനുള്ള നടപടികൾ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പട്ടികജാതി പട്ടികവർഗ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് ജഗൻമോഹൻ സർക്കാരിന്റെ നീക്കം. രാജ്യത്തെ വലിയ അംബേദ്കർ പ്രതിമ പോലും സ്ഥാപിച്ചാണ് വൈഎസ്ആർ കോൺഗ്രസിന്റെ വെല്ലുവിളികളെ നേരിടാനൊരുങ്ങുന്നത്. 81 അടി ഉയരമുള്ള പീഠത്തിൽ 125 അടി ഉയരമുള്ള ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമ വിജയവാഡയിലാണ് സ്ഥാപിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ എന്ന ഖ്യാതിയും. വൈഎസ്ആർ കോൺഗ്രസിന്റെയും ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെയും ലക്ഷ്യം തെരഞ്ഞെടുപ്പ് വിജയം മാത്രമാണ്. ജാതി സെൻസസിന് സർക്കാർ തയ്യാറെടുക്കുന്നതും പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ബാങ്കിൽ കണ്ണുവെച്ച് തന്നെ. 19% പട്ടികജാതി വോട്ടുകളും 5.6% വരുന്ന പട്ടികവർഗ വോട്ടുകളും BJPക്കോ കോൺഗ്രസിനോ അനുകൂലമാകരുത്. YS ശർമിള PCC അധ്യക്ഷ സ്ഥാനത്തെത്തിയതോടെ കോൺഗ്രസിൽ നിന്നും ജഗൻമോഹൻ റെഡ്ഡി വലിയ വെല്ലുവിളിയാണ് അഭിമുഖീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജാതി സെൻസസ് നീക്കത്തിലൂടെ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനാണ് ജഗന്റെ പദ്ധതി. ജാതി സെൻസസ് നടപടികളിലേക്ക് ആന്ധ്രാപ്രദേശ് സർക്കാർ കടക്കുമ്പോൾ അതിന് സാമൂഹ്യ മാനത്തേക്കാൾ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. തെലങ്കാനയിൽ അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് സർക്കാരും ജാതി സെൻസസ് നടപടികൾ വേഗത്തിലാക്കേണ്ടി വരും. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ജഗന്റെ നീക്കം കോൺഗ്രസിനെ വെട്ടിലാക്കുമെന്നുറപ്പാണ്. ജനം, ഡൽഹി.